ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് ഒരു കടലക്കറിയാണ്. തേങ്ങ അരച്ച കടലക്കറി. നമുക്ക് അപ്പത്തിനോ ഇടിയപ്പത്തിനോ പുട്ടിനോ ദോശയ്ക്കോ ഒക്കെ പറ്റുന്ന നല്ല ഒന്നാം തരം ഒരു തേങ്ങ അരച്ച കറി കേട്ടോ. നമ്മൾ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത ഒരു 2 കപ്പ് കടലയാണിത് കേട്ടോ. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് അതിൻ്റെ നേരെ ഇരട്ടി വെള്ളം, 2 കപ്പ് കടലയായതുകൊണ്ട് 4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് പ്രഷർ കുക്കറിൽ ഒരു 6 വിസിൽ വരെ ആദ്യം വേവിക്കാം. അത് കഴിഞ്ഞിട്ടൊന്ന് നോക്കണം. എന്നിട്ടോ ചിലപ്പോൾ ഓരോ കടല ഓരോ രീതിയിലായിരിക്കുമല്ലോ. 6 വിസിൽ വരെ നോക്കിയിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും ഒന്നുകൂടെ വയ്ക്കുക. മിക്കവാറും ഒരു 8 വിസിൽ വരെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ വെയിറ്റ് ഇട്ടു. ഈ കറിക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാവേ. നെയ്യ് വേണം, പിന്നെ ഒരു കറുവാപ്പട്ട ഒരു 2-3 കഷ്ണം, ഗ്രാമ്പു ഒരു 3-4 എണ്ണം, ഏലക്ക ഒരു 3 എണ്ണം, പെരുജീരകം ഒരു 2 ടീസ്പൂണ്, വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ, ഇഞ്ചി ചതച്ചത് 1 ടീസ്പൂൺ, വലിയ ഉള്ളി ഒരു 3 എണ്ണം, തക്കാളി ഒരെണ്ണം. തക്കാളി ഒരിക്കലും കൂടിപ്പോയില്ല കേട്ടോ. തേങ്ങ ഒരു 3/4 കപ്പ്, മല്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, പിന്നെ താളിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ, കടുക്, കൊച്ചുള്ളി, കറിവേപ്പില, അങ്ങനെയുള്ള സാധനങ്ങൾ. ആദ്യം നമ്മൾ വഴറ്റാനായിട്ട് യൂസ് ചെയ്യുന്നത് നെയ്യാണേ. നെയ്യ് ഒഴിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു രുചിയുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നെയ്യ് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ നെയ്യ് ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. അതിലോട്ട് ആദ്യം മസാലകളൊക്കെ ഇട്ടു. അതൊരുപാട് മൂത്ത് പോകുന്നതിന് മുമ്പേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. 2 ടീസ്പൂണാണ് നമുക്ക് പെരിഞ്ജീരകം വേണ്ടത്. നമുക്ക് താളിക്കാനായിട്ട് കടുകിൻ്റെ കൂടെയും പെരിഞ്ജീരകം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് 1 ടീസ്പൂൺ ഇപ്പോൾ ഇട്ടിട്ട് അതിനുശേഷം നമ്മൾ ഉള്ളി അരിഞ്ഞതിടുക. അതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പുപൊടി സാധാരണ ചേർക്കുമല്ലോ, അതുപോലെ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. അത് കഴിഞ്ഞിട്ട് അതൊരുമാതിരി ഒന്ന് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് പിന്നെ ചേർക്കേണ്ടത് തക്കാളിയാണ്. ഒരു തക്കാളി ഒരു ചെറിയ വലിപ്പത്തിൽ, തീരെ അങ്ങ് കുഞ്ഞെന്നല്ല, എന്നാലും സാമാന്യം ചെറുതായിട്ട് മുറിച്ചിട്ട് അത് നന്നായിട്ട് വഴറ്റുക. ഇതെല്ലാം കൂടി നമുക്ക് വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ അരയ്ക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. ഇപ്പം നമ്മൾ ചിരകിയ തേങ്ങ ഒരു 3/4 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ആ തേങ്ങ നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് പൊടികളെല്ലാമാണ്. നമ്മൾ പൊടികളെല്ലാം എടുത്ത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. ആ പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റണം. അതിൻ്റെ പച്ചച്ചൊവയൊന്നും വരാത്ത രീതിയിൽ. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിലേക്ക് ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൊണ്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളിത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മൂത്ത് പോകുമോ എന്ന് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ എപ്പോഴും ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം തളിച്ച് കൊടുക്കും. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ആ അരപ്പ് വഴറ്റി തീരുന്നതിന് മുമ്പ് ഇതുപോലെ ഇടയ്ക്ക് ഒരു 2-3 പ്രാവശ്യം ഒന്ന് വെള്ളം തളിച്ച് കൊടുക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഒരേപോലെ നന്നായിട്ട് മൂത്ത് കിട്ടും. പിന്നെ അത് ആവശ്യത്തിന് മൂത്തെന്ന് തോന്നുമ്പോഴേക്കും നമുക്ക് അതൊരു പരന്ന പാത്രത്തിലോട്ട് നമുക്കൊന്ന് ആറാൻ വെക്കണം. ഇത് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴേക്ക് മിക്സിയുടെ ജാറിലാക്കിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലതായിട്ട് പേസ്റ്റ് പോലെ നല്ലതായിട്ട് അങ്ങ് അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കടലയും കടല വേവിച്ച വെള്ളവും ഈ അരപ്പും എല്ലാം കൂടെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പാത്രമാണ് എടുക്കേണ്ടത്. അപ്പം ആ പാത്രത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിച്ചിട്ട്, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് തന്നെ വേണമെന്നുണ്ടെങ്കിലും ആക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് നമ്മൾ ഈ അരച്ച അരപ്പും അരച്ച മിക്സി ഉണ്ടല്ലോ, അത് കഴുകിയ വെള്ളവും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമ്മളവിടെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കടലയും അത് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, വെള്ളം നമ്മൾ കളയാൻ പാടില്ലേ. ആ വെള്ളം ആദ്യം നമ്മൾ ഈ അരപ്പിലേക്ക് ഒഴിച്ചിട്ട് അതും കുറച്ച് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് അതിലേക്ക് ബാക്കി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും ഇതിനകത്തോട്ട് ചേർക്കണം. ആ വേവിച്ച കടല ഈ ചാറിൽ കുറച്ച് നേരം ഒന്ന് കിടക്കണം, ഒരു 10 മിനിറ്റ്. അങ്ങനെ 10 മിനിറ്റ് ഈ ഗ്രേവിയിൽ കടല കിടക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ പെട്ടെന്ന് ആ ഗ്രേവിയുടെ ടേസ്റ്റ് ഈ കടലയിലോട്ട് ഒന്ന് പിടിക്കും. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇനിയും താളിക്കുകയാണ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് പെരിഞ്ജീരകവും കടുകും കൊച്ചുള്ളിയും ഞാൻ പറഞ്ഞായിരുന്നല്ലോ, 2-3 വറ്റൽമുളകുമാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എണ്ണയിലോട്ട് കടുകും പെരിഞ്ജീരകവും ഇട്ട ശേഷം ഒരു 8-10 കൊച്ചുള്ളിയും കറിവേപ്പിലയും 2-3 വറ്റൽമുളകും മുറിച്ച് അതിലോട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് യോജിപ്പിക്കുമ്പോഴേക്ക് അതുവരെയുള്ള ടേസ്റ്റ് ആയിരിക്കില്ല
പിന്നെ നമ്മൾ ഈ താളിച്ചത് ചേർത്ത് കഴിയുമ്പോഴേക്ക് നല്ല ഒന്നാം തരം ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ സാധിക്കുന്നവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. താങ്ക്